ഇതിപ്പോൾ എന്താ വിഷു കഴിഞ്ഞ് ഓണാവാറായല്ലോ എന്നല്ലേ ചിന്തിക്കുന്നത്? എത്ര വൈകിയാലും ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ കയറ്റാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഒന്ന് നിങ്ങളെ കാണിക്കാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തന്നെ എടുത്ത് കാണാനുമാണ്. ആൻഡ് ഈ ചെസ് നമ്പറുകളൊക്കെ പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ പണ്ട് പഠിച്ച ആ സ്കില്ല്, മരം കയറൽ, അതിലൂടെ ഞാൻ സ്വായത്തമാക്കിയത് ഇത്രയധികം പൊന്നപ്പൂക്കളാണ്. എല്ലാവർക്കും വിതരണം ചെയ്തു. ശേഷം ഞങ്ങൾ ഉച്ചക്കത്തെ ഊണ് കഴിച്ചു കേട്ടോ. ഞങ്ങളുടെ സദ്യ ഇസ് ലൈക്ക് മീനും ഇറച്ചിയും ഇല്ലാതെ എന്താഘോഷം. സദ്യ കഴിഞ്ഞ് അതേ ഇലയിൽ ഇതേപോലെ പായസം കൂടി ഇട്ട് കഴിക്കുമ്പോഴേക്കും ആ ഒരു കംപ്ലീറ്റ് ഫീലിംഗ് നമുക്ക് കിട്ടും. സദ്യ കഴിഞ്ഞ അടുത്ത കാത്തിരിപ്പ് സന്ധ്യ ആവാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നിനല്ല, പടക്കം പൊട്ടിക്കാൻ. ഞങ്ങളുടെ 7 ഷോട്ടാണ് കേട്ടോ ആ പോയത്. ഭാഗ്യത്തിന് ആളുകൾക്കും സാധന സാമഗ്രികൾക്കും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ശേഷം ഇതേപോലെ കമ്പിത്തിരിയും പൂത്തിരിയും ചേരട്ടയും ഒക്കെ കത്തിച്ചും പൊട്ടിച്ചൊക്കെ ഇങ്ങനെ ആഘോഷിച്ചു. അടുത്ത പരിപാടി വിഷുക്കണിയാണല്ലോ. വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കിയുള്ളതൊക്കെ ആ ഒരു ടൈമിലാണ് കേട്ടോ പൊട്ടിക്കുന്നത്. പടക്കവും പൂത്തിരിയും മണത്തിരിയും എല്ലാം. പിന്നെ നമ്മൾ വീണ്ടും കിടന്നുറങ്ങും. നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റ് അമ്പലത്തിൽ പോകും. അന്നാണെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ള പായസവും കൈനീട്ടമൊക്കെ നമുക്ക് കിട്ടും. ആൻഡ് എക്സ്ട്രാ പോസിറ്റീവ് എനർജിയും കിട്ടും. ഏതൊരു റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫുൾ ബോയ്സ് ആണെന്നുള്ളത്. ഞങ്ങൾക്ക് പിന്നെ എന്ത് വേണം, അതാണ് ഞാൻ ഉദ്ദേശിച്ച എക്സ്ട്രാ പോസിറ്റീവ് എനർജി. ഞങ്ങളാണെങ്കിൽ ഇത്തവണ 2 അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഇളനീർ പുഡിങ് ആരൊക്കെയോ എടുത്ത് കഴിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. പക്ഷേ വന്ന ഗസ്റ്റാണ്, അവർക്കൊക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാനത് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇന്ന് ഞങ്ങൾക്ക് ഫുഡ് മീൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. കൊതി കാരണം ഞാനത് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ വൈകുന്നേരം എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പടക്കമൊക്കെ പൊട്ടിച്ചു. അങ്ങനെ ഇത്തവണത്തെ വിഷു ഇതേപോലെ അടിപൊളിയായിട്ട് കളറാക്കാൻ പറ്റിയിട്ടുണ്ട്. വിഷു കഴിഞ്ഞ് ഓണാവാറായിട്ടുള്ള ഈ ഒരു വൈകിയ വേളയിൽ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ചോദിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് വേറെ ആയിരിക്കും എന്നുള്ളത് കൊണ്ടും ഞാൻ നിർത്തുന്നു.